You are watching GB's Vlogs. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കിണ്ണം കാച്ചി ഐറ്റവുമായിട്ടാണ്. ഒരു N95 മാസ്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ മാസ്കിനെ പറ്റി പറയുമ്പോൾ N95 സെഗ്മെൻറ്റിലുള്ള ഒരു അടിപൊളി മാസ്കാണിത്. ഇലക്ട്രിക്കൽ പ്ലംബിങ് വയറിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭിത്തി കട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന പൊടി ശല്യത്തിൽ നിന്നും, അതുപോലെ കെമിക്കൽ ഉപയോഗിക്കുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ സ്മെല്ല് അടിക്കാതെ ജോലി സുഗമമായിട്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ മാസ്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വളരെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആർക്കും അനായാസം ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ. ഇതുപോലെ 2 ഫിൽറ്ററുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 പാഡ് ഫിൽറ്ററൂടെ തന്നിട്ടുണ്ട്. അപ്പം ഈ ഫിൽറ്ററിൻ്റെ മുകളിൽ ആ പാഡ് ഫിൽറ്ററൂടെ ആഡ് ചെയ്തിട്ട് ഒരു ക്ലോസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗം വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാസ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. N95 സെഗ്മെൻറ്റിൽ ഉള്ള മാസ്കാണ്. നമുക്കിതൊന്ന് മുഖത്തേക്ക് അണിഞ്ഞു നോക്കാം. ഇത് കണ്ടില്ലേ, മുഖത്തണിഞ്ഞപ്പോൾ അതിൻ്റെ ആ സിലിക്കോൺ ഭാഗങ്ങൾ നമ്മുടെ മുഖത്ത് വളരെ കറക്റ്റായിട്ട് തന്നെ ഫിറ്റായിട്ടിരിക്കും. അതിൽ ഒരു ശകലം പോലും എയർ ഉള്ളിൽ കിടക്കത്തില്ല. അതുപോലെ തലയുടെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പുണ്ട്. അത് ഫുൾ ഫിറ്റാക്കി നിർത്തുന്നതിന് വേണ്ടിയും, അതുപോലെ തലയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു കൊളുത്തും കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതും കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ഫിറ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ കൂടുതൽ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വള്ളി കുറച്ചുകൂടെ വലിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സൈഡിലേക്കും ഉണ്ട് ടൈറ്റ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അന്യായ കട്ടിങ്ങാണ്, അതുപോലെ തന്നെ അന്യായ പൊടിയുമാണ്. ഇത്രയും പൊടി നമ്മൾ വലിച്ച് അകത്ത് കയറ്റേണ്ടതാണ്. ഇത് കണ്ടില്ലേ, പൊടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താണേലും ഈ ഒരു സാധനം അത്യാവശ്യമായിട്ട് ഈ തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിച്ചേ മതിയാവും. ഇത്രയും പൊടി അടിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ തുണി കൂടി അതിൻ്റെ മുകളിൽ ചുറ്റുന്നത്. ഉണ്ടോ, നല്ല ഫിറ്റായിട്ട് ഇരിക്കുകയാണ്. പൊടിയൊന്നും അങ്ങനെ കയറിയിട്ടില്ല. ബാക്കി വരുന്ന പൊടികളെല്ലാം ഇതിൽ ഒന്ന് അടിയും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സാധനം കൂടെ കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് പൊടി അത് കയറ്റാതിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സാധനം ഓക്കെയാണ്, കൊള്ളാം. അപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന പൊടിയുടെ അംശം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നല്ലത്. അതുകൊണ്ട് കഴിവതും ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.